നോക്കാം. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ വഴിയൊരുക്കുന്ന ബിൽ ഇന്ന് നിയമസഭ പാസാക്കും. ബില്ലിലെ ചർച്ച ഇന്നലെ പൂർത്തിയായിരുന്നു. ഏതാനും ഭേദഗതികൾ കൂടി മാത്രമേ ഇനി പരിഗണിക്കാനുള്ളൂ. സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിയാത്മകമായ ഒരു സഭാ സമ്മേളനമാണ് ഇപ്പോൾ ഇന്ന് പൂർത്തിയാകാനിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരെയൊക്കെ ഒറ്റക്കെട്ടായി ഒരു സഭയുടെ വികാരമുണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ അവസാന ദിവസം ഏറ്റവും നിർണായകമായ ഒരു ബിൽ കൂടി പാസാക്കിയാണ് സഭ പിരിയാൻ പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ പുതിയ കാലഘട്ടത്തിൽ വിപ്ലവകരമായ ഒരു കാര്യം തന്നെ എന്ന് നമുക്ക് പറയാം. സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ബില്ലാണ്. അത് വലിയ തോതിൽ ചർച്ച നടന്നിരുന്നു. ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ചർച്ച, ക്രിയാത്മകമായ ചർച്ച തന്നെയാണ് നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ സർവകലാശാലയെ തടയുന്ന തരത്തിലുള്ള നീക്കം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇടത് യുവജന പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ എതിർത്തിരുന്ന ഒരു കാര്യമാണ് ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ കാണണം. പ്രത്യേകിച്ച് AI യുഗത്തിലേക്ക് ലോകം കടക്കുമ്പോൾ അതിനനുസരിച്ച് കേരളത്തിനും മാറ്റമുണ്ടാകണം എന്ന ഒരു ചിന്ത തന്നെയാണ്. പക്ഷേ ഇതിൽ ഭേദഗതികൾ ധാരാളമായി പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. അതിൽ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന, സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ, അത് പ്രത്യേകിച്ച് അവർക്ക് ഫീസ് ഇളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഭേദഗതികളായി കൊണ്ടുവന്നത്. പക്ഷേ അത് സർക്കാർ വോട്ടിനിട്ട് തള്ളിയിരുന്നു. കാരണം ഇതിൽ തന്നെ 40% സംവരണം പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ 40% സംവരണത്തിനുള്ളിൽ വരുന്നു എന്ന കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസം ചർച്ച നടന്നിരുന്നെങ്കിലും ആ ബില്ല് പാസ്സായിരുന്നില്ല, സമയക്കുറവുണ്ടായിരുന്നു. ഏതാണ്ട് 1000-ലധികം ഭേദഗതികളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വന്നത്. അതിന്മേലുള്ള കുറേയധികം കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയും മറ്റുള്ളവ ചർച്ച ചെയ്ത് പിന്നീട് ഒഴിവാക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഈ സുപ്രധാനമായ ബില്ല് വരുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ ഈ ബില്ലുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തു. അദ്ദേഹം നൽകുന്ന അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലൊക്കെ തന്നെ ഈ നൂതനമായ പാഠ്യപദ്ധതികളുമായി ബന്ധപ്പെട്ട, യുവജനങ്ങളുമായി ബന്ധപ്പെട്ട, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇവിടെ ഈ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. യുവാക്കൾ തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ പഠന സംവിധാനം കേരളത്തിൽ തന്നെ ശക്തമായി വരണം എന്ന ഒരു കാര്യം, അതും നൂതനമായ പഠന സമ്പ്രദായങ്ങൾ, വിദേശ സർവകലാശാലകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ വിദേശത്തേക്ക് പോകാതെ ഇവിടെ തന്നെ അതിനുള്ള സാധ്യതകൾ. അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം മുന്നിൽ പറഞ്ഞൊരു കാര്യം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും വ്യവസായ അന്തരീക്ഷവും നിക്ഷേപവും ഉള്ളിടത്തേക്ക് യുവാക്കൾ പോകും. അത് കേരളത്തിൽ ഉണ്ടെങ്കിൽ യുവാക്കൾ ഇവിടേക്ക് വരും, അല്ലെങ്കിൽ അത് എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകും. അതും ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാർ ഈ ആലോചിച്ച് തുടങ്ങിയ ഈ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു ആശയം, ഇതെല്ലാം തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പോലും ആ തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വളരെ നേരത്തെ നമ്മൾ എതിർത്തിരുന്ന കാര്യത്തെ ഇപ്പോൾ കൊണ്ടുവരുന്നതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഏതാണ്ട് ഒരേ സ്വരത്തിൽ അവർ ഏകാഭിപ്രായത്തിലേക്ക് വരുന്നു. പക്ഷേ ചില നടപ്പാക്കുന്ന കാര്യങ്ങളിലെ വ്യത്യസ്ത നിലപാടുകളാണുള്ളത്. അതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് സർക്കാർ കരുതുന്ന ഏറ്റവും സുപ്രധാനമായ ബില്ല് ഇന്ന് സഭയിൽ പാസ്സാവും. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാനമായ ഒരു ബിൽ. ഒരുപക്ഷെ കേരളത്തിന്റെ CPM സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ ഭരിക്കുമ്പോൾ ഒരു സുപ്രധാനമായ ചുവടുവയ്പ്പാണ് സ്വകാര്യ സർവകലാശാല ബിൽ. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ CPM-ഉം LDF-ഉം അവരുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇനി അത് കാരണം ഔപചാരികമായി ആ ബില്ല് പാസ്സാവുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ.